ജീവിതം ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് നമ്മൾ ഒരു വിചിന്തനം നമ്മൾ നടത്തിയിട്ടുണ്ടോ? വർഷങ്ങൾ എത്രയാ കഴിഞ്ഞു പോയില്ലേ? നമ്മളൊരു വിഷയം ആഗ്രഹിക്കുമ്പോൾ, ചെയ്യണമെന്ന് കരുതുമ്പോഴായിരിക്കും ബ്രെയിൻ ഇങ്ങനെ പറയും, എനിക്കതിന് കഴിവില്ലല്ലോ, അതിന് അറിവില്ലല്ലോ. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. എക്സ്ക്യൂസുകൾ ഇങ്ങനെ പറയാനുണ്ടാവും. എക്സ്ക്യൂസ് പറയുക എന്ന് പറഞ്ഞത് ഡിഫിക്കൽട്ടായ കാര്യമില്ല, ഏതൊരാൾക്കും പറയാം. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും എത്താൻ സാധിക്കുക. നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ ഗിയർ നമ്മുടെ കയ്യിലായിരിക്കണം, നമ്മുടെ ദിശയിലായിരിക്കണം അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. പറ്റില്ല എന്ന് പറയുന്നിടത്ത് നിന്നുകൊണ്ട് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. സീറോ ആയിട്ട് അലസനായിട്ട് ഇരിക്കുന്നതിന് പകരം നമ്മൾ പ്രൊഫഷണലായി മാറണം. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമ്മുടെ മനസ്സാണ് രാജാവ്. 24 മണിക്കൂറും നമ്മോട് മനസ്സിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരം എന്തായിരിക്കണം? ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനെ പഠിപ്പിക്കണം, പറയാൻ പഠിപ്പിക്കണം. എല്ലാത്തിനും മുകളിലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടിനോ ഇപ്പോൾ പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല, സന്തോഷമായ വാക്കുകൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പതറിപ്പോകരുത്. നമുക്ക് നമ്മെ തന്നെ വിശ്വാസം വേണം. അത് എനിക്ക് നേടിയെടുക്കാൻ കഴിയും, നേടിയെടുത്തിരിക്കും എന്നുള്ള കുറച്ച് തീരുമാനമെടുക്കണം. അതിനെ പല തടസ്സങ്ങൾ ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ അതിനെ മാറ്റിമറിക്കാൻ കഴിയണം. കഴിയില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഊർജത്തോടെ എണീക്കുന്ന അവനാണ് ചാമ്പ്യൻ. ഒരു സമയം എല്ലാം നമ്മുടെ കയ്യിലെത്തും, നമ്മൾ ലക്ഷ്യത്തിലേക്കെത്തും. അതിന് വേണ്ടത് പരിശ്രമമാണ്. നല്ലവണ്ണം പരിശ്രമിക്കുക, അധ്വാനിക്കുക. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മളെ സന്തോഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും.